Good afternoon, friends. നമ്മളിന്ന് ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പത്തിൽ സംസാരിക്കാം എന്നുള്ളൊരു വിഷയമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇംഗ്ലീഷ് എന്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് എളുപ്പത്തിൽ സംസാരിക്കാൻ സാധിക്കുന്നില്ല, ആ ഒരു മേഖലയെ കവർ ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് പഠന പ്രോഗ്രാമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ ആ ഒരു കോഴ്സിന്റെ പേര് എ പാസേജ് ടു ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിലേക്കുള്ള ഒരു പ്രവേശന കവാടം എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ഒരു കേരളത്തിൽ ജനിച്ചൊരു കുട്ടി ഒരു 3 വയസ്സ് 2.5 വയസ്സാകുമ്പോഴേക്കും മലയാളം സംസാരിക്കാൻ തുടങ്ങും. കർണാടകയിൽ ജനിച്ച കുട്ടി കന്നഡ പറയും, 2.5 വയസ്സ് 3 വയസ്സ്. ഇന്ത്യക്കകത്തുള്ള ഏത് സംസ്ഥാനത്തിൽ ജനിച്ച കുട്ടിയും അവിടുത്തെ മാതൃഭാഷ സംസാരിക്കും. അതുപോലെ തന്നെ UK-ലും US-ലും ആണെങ്കിലും അവിടെ ജനിച്ച കുട്ടി അവിടുത്തെ നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കും. അവർ ഗ്രാമർ ഒന്നും പഠിച്ചിട്ടല്ല സംസാരിക്കുന്നത്, ശരിയല്ലേ? നമ്മൾ മലയാളം പഠിച്ചത് ഗ്രാമർ പഠിച്ചിട്ടാണോ? പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് പഠിക്കാനും നമ്മൾ എവിടെ ചെല്ലുമ്പോഴും നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത് ഗ്രാമറാണ്. പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓർ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇതൊക്കെ പഠിച്ചാലാണ് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുക എന്നൊരു മിഥ്യാധാരണ നമ്മൾക്കുണ്ട്. അത് മാറ്റിയെടുക്കുക കൂടിയാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഒരു പഠന ക്ലാസ് അല്ല, ക്ലാസ് എങ്ങനെ പോകും എന്നതിനെ കുറിച്ച് ഒരു ആമുഖമാണ് വരുന്നത്. ഇന്ന് പറയുന്ന കാര്യമൊന്നും പഠിക്കണ്ട. നമുക്കൊരു 21 എപ്പിസോഡുകൾ, പ്രധാനമായിട്ട് 21 എപ്പിസോഡ് എന്നിട്ടുണ്ടെങ്കിൽ ഒരു മുട്ട വിരിയാനുള്ള സമയമാണ്. അത് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. ഒരു കോഴിക്കുഞ്ഞൊക്കെ ആവുക എന്നുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ അത് വേണമെന്നുണ്ടെങ്കിൽ 41 എപ്പിസോഡിലേക്ക് അത് നീട്ടും, 20 കൂട്ടിയിട്ട്. അതിനും 41 ദിവസത്തിനും ഒരു പ്രത്യേകതയുണ്ട്, അത് പിന്നീട് പറയും. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ മാനേജ്മെന്റ് ഓഫ് ഇംഗ്ലീഷ്. എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഭാഷയും ഈ ഒരു ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള UK US-ലൊക്കെ ഉത്ഭവിച്ച ഒരു ഇംഗ്ലീഷ് ഭാഷയും ഇന്ത്യയിലുള്ള 100 കണക്കിന് ഭാഷയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രക്ചറിൽ, അതിന്റെ ഒരു രൂപകൽപ്പനയിൽ അല്ലെങ്കിൽ ഘടനയിൽ എന്താണ് വ്യതിയാനം, അതാണ് ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്തുന്നത്. ക്ലാസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ആമുഖമായിട്ട് വരുന്നതാണ്. ഞാനിവിടെ ഒരു മലയാളം സെന്റൻസ് എഴുതാം. ഒരു കൊച്ചുകുട്ടി 2.5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി ഗ്രാമർ ഒന്നും പഠിക്കാതെ പറയും, ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു. ആ കുട്ടിക്ക് ചിലപ്പോൾ 50-100 വേർഡേ അറിയാൻ പാടുള്ളൂ. 50-100 വേർഡ് മലയാളത്തില്. 2.5 വയസ്സ് 3 വയസ്സേ ഉള്ളൂ. എല്ലാ വേർഡുകളും വൊക്കാബുലറി ഒന്നുമില്ല വലിയ. അസന്നിഗ്ധമായി പറയുകയാണെങ്കിൽ, കൂലങ്കഷമായി പറയുകയാണെങ്കിൽ എന്നൊക്കെ പറയാനുള്ള വേർഡൊന്നും ഉപയോഗിക്കാൻ ആ കുട്ടിക്ക് അറിയില്ല. പക്ഷെ ആ കുട്ടി നന്നായിട്ടൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യും, വേർഡ്സ് കൃത്യമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ ഇന്നലെ ക്രിക്കറ്റ്, കൊച്ചുകുട്ടികൾ പഠനമുണ്ടോ? അച്ഛൻ ഇന്നലെ അതിരാവിലെ എറണാകുളത്ത്. ഈ മലയാളം സെന്റൻസ് പൂർണ്ണമല്ല, നമുക്കറിയാം, ഇൻകംപ്ലീറ്റഡ് ആണ്. കാരണം ഇനി വരുന്ന 2 വേർഡ്സ് ഇല്ലാണ്ട് മലയാളം മാത്രമല്ല ഒരു ഭാഷയും ഒരു സെന്റൻസ് നമുക്ക് പൂർത്തീകരിക്കാനാവില്ല. ഓക്കെ, നമ്മൾ ഒരു സെന്റൻസ് പൂർണ്ണമായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി ഉണ്ടായിരിക്കണം, ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കണം, ഫലം അനുഭവിക്കുന്ന ഒരാളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടായിരിക്കണം, ചെയ്യുന്ന പ്രവൃത്തി ഉണ്ടായിരിക്കണം. ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി ഇല്ല. ഞാൻ ഇന്നലെ ക്രിക്കറ്റ്, പ്രവൃത്തിയില്ല. അച്ഛൻ ഇന്നലെ അതിരാവിലെ എറണാകുളത്ത്, പ്രവൃത്തിയില്ല. അപ്പൊ പ്രവൃത്തി തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് പ്രവൃത്തി ഞാൻ റെഡിങ്ങിൽ എഴുതാം. ഇതാണ് ചെയ്ത പ്രവൃത്തി. ഈ കുട്ടി ഇന്നലെ ചെയ്ത പ്രവൃത്തിയാണ് ക്രിക്കറ്റ് കളിച്ചു എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. അച്ഛൻ ഇന്നലെ അതിരാവിലെ എറണാകുളത്തേക്ക് പോയി എന്നാകാം, എറണാകുളത്തേക്ക് ഫോൺ വിളിച്ചു എന്നാകാം. വിളിച്ചു എന്നുള്ളതൊരു പ്രവൃത്തിയാണ്, കണ്ടു എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ്, അതുപോലെ തന്നെ കളിച്ചു എന്നുള്ളതും ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഇല്ലാതെ ഒരു സെന്റൻസ് പൂർണ്ണമല്ല. അത് ഇംഗ്ലീഷിലായാലും ഏത് ഭാഷയിലായാലും. നമുക്കിതിനെ ഒന്ന്
ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ എന്നുള്ളത് നമുക്കറിയാം ഐ, ഇന്നലെ എന്നുള്ളത് അറിയാം യെസ്റ്റർഡേ, ക്രിക്കറ്റ്, കളിച്ചു എന്നുള്ളത് അറിയാം പ്ലേഡ്. പ്ലേഡ് എല്ലാവർക്കും അറിയണം എന്നില്ല, കാരണം നമ്മുടെ ക്ലാസ് പോകുന്നത് ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ LKG ഒക്കെ മുതൽ UP, ഹൈസ്കൂള്, കോളേജ് ലെവല്, PG ലെവല്, PSCക്കൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസേഴ്സ് ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഡിഗ്രി ലെവലിലുള്ള സബ് ഇൻസ്പെക്ടറുടെ ഒക്കെ പോലുള്ള കോഴ്സുകൾ, UPSCയുടെ ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തമാക്കുന്ന വിധത്തിലാണ് നമ്മുടെ കോഴ്സ് പോകുന്നത്. പക്ഷെ അടിത്തറ മുതലാണ് നമ്മൾ എടുക്കുന്നത് തന്നെ. ഇങ്ങനെ പറയുമ്പോൾ ഈ സെന്റൻസ് ഒരു സ്ട്രക്ചർ കിട്ടുന്നില്ല അല്ലെ. ഐ യെസ്റ്റർഡേ ക്രിക്കറ്റ് പ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ സെന്റൻസ് ആകുന്നില്ല. അത് തന്നെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലാണെങ്കിൽ ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു ആകുന്നുണ്ട്. അവിടെയാണ് നമുക്ക് സ്ട്രക്ചറൽ മാനേജ്മെന്റിന്റെ പ്രാധാന്യം വരുന്നത്. എങ്ങനെയാണ് ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു എന്നുള്ളതും അച്ഛൻ ഇന്നലെ അതിരാവിലെ എറണാകുളത്തേക്ക് പോയി എന്നുള്ളതും ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എന്ത് സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് വരുന്നത്, എന്ത് സ്ട്രക്ചറൽ കൊറലേഷൻ ഉണ്ട്, അതുകൂടി പഠിക്കണം നമ്മൾ. വ്യതിയാനം എന്താണ് വരുന്നത്, എന്ത് പരസ്പര ബന്ധവുമുണ്ട്. രണ്ടും പഠിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊന്ന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഞാൻ ഇന്നലെ ക്രിക്കറ്റ് കളിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിലേക്കാക്കി നോക്കാം. ഐ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. ഇവിടെ ഈ റെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എവിടെയാണ് നമ്മൾ പറയുക? ഒരു സെന്റൻസിന്റെ ഏറ്റവും അവസാനം പറയുക. എവിടെ പറയുക? ഏറ്റവും അവസാനം പറയുക. മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലാണെങ്കിലും കന്നഡയാണെങ്കിലും തെലുങ്ക് ആണെങ്കിലും ഉറുദു ആണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും ഇന്ത്യയിലുള്ള നൂറുകണക്കിന് ഭാഷകളിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുക, ആ ഭാഷയിൽ ഏറ്റവും അവസാനം ഉപയോഗിക്കുക. നമുക്ക് അതിനകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഞാൻ ക്രിക്കറ്റ്, എനിക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ, അത് ഇംഗ്ലീഷുകാരും പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ എന്നുള്ളത് ഞാൻ തന്നെ. ക്രിക്കറ്റിന് പ്രാധാന്യം അവരെപ്പോഴാണ് കൊടുക്കുക? അവസാനം കൊടുക്കുക. നമ്മൾ 2ാം സ്ഥാനം കൊടുക്കുമ്പോൾ ഇംഗ്ലീഷുകാരൻ 3ാം സ്ഥാനമാണ് കൊടുക്കുന്നത്. 2ാം സ്ഥാനം ആർക്കാണ് ഇംഗ്ലീഷുകാർ കൊടുക്കുന്നത്? നമ്മൾ ചെയ്ത പ്രവൃത്തിയെ നമ്മൾ വാരിപ്പുണരുകയാണ് ഇംഗ്ലീഷുകാർ ചെയ്യുക. നമ്മളത് ചെയ്യുന്നില്ല, നമ്മൾ ഏറ്റവും അവസാനം പറയുക. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തി നമ്മൾ അവസാനം പറയാൻ വെച്ചേക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് സ്ട്രക്ചറിലേക്ക് വരുമോ? നമ്മൾ ആ സെന്റൻസ് പൂർണ്ണമോ? ഇല്ല. അപ്പൊ ചെയ്ത പ്രവൃത്തി നമ്മൾ അന്വേഷിച്ച് നടക്കുക. ഒരു സെന്റൻസിലുള്ളത് മലയാളത്തിലാണ്, അത് 2ാമത് പറയുക. 2ാമത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഇംഗ്ലീഷ് സെന്റൻസ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റില്ല, സ്ട്രക്ചർ ആവില്ല. ഐ പ്ലേഡ് ക്രിക്കറ്റ് യെസ്റ്റർഡേ. മലയാളത്തിൽ ഞാൻ ഇന്നലെ ക്രിക്കറ്റ്, പ്ലേഡ് പറയുന്ന അവസാനമാണ്. ഡാഡ് പോയി അല്ലേ. ഇനി എന്താ പറയേണ്ടത്? മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ എന്താ പറയേണ്ടത്? ചെയ്ത പ്രവൃത്തി. ഡാഡ് ചെയ്ത പ്രവൃത്തി എന്താണ്? ഡാഡ് വെന്റ്. ബാക്കിയൊക്കെ ടു എറണാകുളം യെസ്റ്റർഡേ. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. കുറേ ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് കേട്ടോ നമുക്ക് ഫൗണ്ടേഷൻ തുടങ്ങണം. ഇത് ഫൗണ്ടേഷൻ അല്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റാതെ പോയത് എന്നുള്ളതിന്റെ പ്രധാന കുറേ കാര്യങ്ങൾ ഒരു കാര്യമാണ് സ്ട്രക്ചറൽ മാനേജ്മെന്റ്. ഹൗ കാൻ എ സെന്റൻസ് ബി ഫ്രെയിംഡ്? എങ്ങനെ നമുക്ക് ഒരു സെന്റൻസിനെ രൂപകൽപ്പന ചെയ്യാൻ പറ്റും, നെയ്തെടുക്കാൻ പറ്റും, നിർമ്മിക്കാൻ പറ്റും. ഹൗ കാൻ എ സെന്റൻസ് ബി ബിൽഡ്? എങ്ങനെ നിർമ്മിക്കാൻ പറ്റും? അതിന് ഉദാഹരണമാണ്, ഒരു ഏറ്റവും വലിയ പോയിന്റാണ് ചെയ്ത പ്രവൃത്തി 2ാമതായിട്ട് പറയുക. മലയാളത്തിൽ അവസാനം പറയുന്ന കാര്യം ഇംഗ്ലീഷിൽ 2ാമത് പറയുക. മലയാളത്തിൽ അവസാനം പറയുന്ന കാര്യം ഇംഗ്ലീഷിൽ 2ാമത് പറയാൻ നിങ്ങൾ തയ്യാറാണോ? യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വെരി ഫ്ലുവൻറ്റ്ലി. ഓക്കെ, നമുക്ക് അടുത്തൊരു മേഖലയിലേക്ക് കടക്കാം. ഹൗ കാൻ എ സെന്റൻസ് ബി ഫ്രെയിംഡ് എന്ന് പറഞ്ഞാൽ ഹൗ ദ വേർഡ്സ് ആർ കണക്റ്റഡ് വൺ ടു അനദർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇംഗ്ലീഷിൽ.
എങ്ങനെ നമുക്കൊരു സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് വേർഡ്സ് കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിൽ കുറെ വേർഡ്സ് ഉണ്ട്, നമുക്ക് കുറേ വേർഡ്സിന്റെ മീനിങ് അറിയാം, പക്ഷെ അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്താലല്ലേ സെന്റൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ നേരത്തെ എടുത്ത സബ്ജക്റ്റ് ഞാൻ തിരിച്ചൊന്നുകൂടി എടുക്കുകയാണ്. അപ്പൊ നമുക്ക് സെന്റൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു അതിന്റെ ഒരു കുറച്ച് പോർഷൻ നമ്മൾ പഠിച്ചു. അതിന്റെ രണ്ടാമത്തെ പോർഷനിലേക്ക് നമുക്ക് കടക്കുകയാണ്. ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കളിച്ചു എന്നുള്ള ഒരു പ്രവൃത്തി അതിനിങ്ങനെ രൂപമാറ്റം വന്നുകൊണ്ടേയിരിക്കും. അവൻ എന്നുള്ള വേർഡിനും ക്രിക്കറ്റ് എന്നുള്ള വേർഡിനും ഇംഗ്ലീഷിലെ രൂപമാറ്റം വരുന്നില്ല. കളിച്ചു എന്നുള്ള പ്രവൃത്തിക്ക് ഏത് ഭാഷയിലും രൂപമാറ്റം വരും. നമുക്ക് നോക്കാം. ഇങ്ങനെ എന്തോരം രൂപമാറ്റം വരും ഈ കളിക്കുക എന്നുള്ള വേർഡിന്. ഈ അവന് ക്രിക്കറ്റ് മാറുന്നില്ല. ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, ചെയ്ത പ്രവൃത്തി ചെയ്ത ആളോ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച ആളോ മാറുന്നില്ല. പക്ഷെ കളിച്ചു എന്നുള്ളൊരു വേർഡുണ്ടല്ലോ, അത് നമ്മുടെ കയ്യിൽ, നമ്മൾ ഇന്നലെയാണ് കളിച്ചെങ്കിലല്ലേ നമുക്ക് കളിച്ചു എന്ന് പറയാൻ പറ്റും. നാളെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? കളിക്കും എന്ന് പറയും അല്ലെ. കളിക്കും. എന്താ ചെയ്യാ നമ്മള്? കളിക്കുക എന്ന വേർഡിന്റെ കൂടെ പ്ലസ് ചേർക്കും അല്ലെ. കളിക്കുമെന്നാവും അല്ലെ. അല്ലേ? ഇംഗ്ലീഷിൽ അങ്ങനെ അല്ല ചെയ്യുക. കളിക്കുക എന്നുള്ളൊരു പ്ലേ ആണെന്ന് അറിയാം. നമ്മള് ഇവിടെ അവസാനം കൊണ്ടുപോയിട്ടാണ് ഒരു പുള്ളി ചേർത്തിട്ട് അത് നാളത്തെ കാര്യമാക്കിയത്. ഇംഗ്ലീഷ് ചെയ്യുക അതിനു മുമ്പ് വില്ല് ചേർത്തിട്ടാണ് നമ്മൾ കളിക്കും എന്നാക്കുന്നത്. അപ്പൊ കളിച്ചേക്കാം എന്നുള്ളൊരു എന്ത് ചേർക്കണം? കളിക്കണമായിരുന്നു. അവൻ ക്രിക്കറ്റ് കളിക്കണമായിരുന്നു. നമ്മൾ ഈ പ്ലേ വെച്ചിട്ട് എന്താ ചെയ്യ? അവൻ ക്രിക്കറ്റ് കളിക്കാറുണ്ട്. അവിടെ എല്ലാം പ്ലേ വരണം. പക്ഷെ ഇവിടെ കളി കഴിഞ്ഞിട്ടാണ് സംഭവങ്ങൾ വന്നത് എങ്കിൽ, കളി കഴിഞ്ഞിട്ടാണ് കുറെ സംഭവങ്ങൾ വന്നത് എങ്കിൽ, കളി കഴിഞ്ഞിട്ടാണ് സംഭവങ്ങൾ വന്നിരിക്കുന്നത്. എന്തെല്ലാം സാധനങ്ങൾ കളി എന്ന് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഈ ചേക്കാം കണമായിരുന്നു. കാറുണ്ട്, കളിക്കാറുണ്ട്. കളിച്ചേനെ, കളിച്ചു കാണുമായിരിക്കും. കളിച്ചിരിക്കണം. നമുക്ക് ആകെ അറിയാൻ പാടുള്ളത് ഒരു പ്ലേ ആണ്. കളിക്കുമെന്നുള്ളതിന് വില്ല് ചേർക്കണം എന്ന് നമുക്കറിയാം. കളിച്ചേക്കാം എന്നുള്ളതിന് എന്ത് ചേർക്കണം എന്ന് പറഞ്ഞാൽ മൈറ്റ് ചേർക്കണം. എന്നിട്ട് പ്ലേ ചേർക്കണം. ചേക്കാം എന്നുള്ളതിന് പ്ലേയുടെ മുമ്പിൽ മൈറ്റ് ചേർത്തിട്ടാണ് നമ്മൾ കളിച്ചേക്കാം എന്നാക്കുന്നത്. കളിക്കണമായിരുന്നു. പ്ലേ, കളി എന്ന് പറയുന്ന വേർഡ് കഴിഞ്ഞിട്ട് കണമായിരുന്നു. ഇതൊക്കെ വലിയ സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷിലെ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ട്, പക്ഷേ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനിയും താഴേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് എഴുതാം കളിയുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. അതിനൊക്കെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതിന്റെ ക്ലാസ്സുകളാണ് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കളിക്കണമായിരുന്നു എന്നുള്ളതിന് ഷുഡ് ഹാവ് പ്ലേഡ് ആണ് എന്നുണ്ടെങ്കിൽ, വിളിക്കണമായിരുന്നു എന്നുള്ളതിന് എന്താണ്? ഷുഡ് ഹാവ് കോൾഡ്. നീ ക്ഷണിക്കണമായിരുന്നു എന്നായിരുന്നില്ല, ഷുഡ് ഹാവ് ഇൻവൈറ്റഡ്. അപ്പൊ കണമായിരുന്നു എന്നുള്ളതിന് ഷുഡ് ഹാവ് ആണ് നമ്മൾ പഠിച്ച്. വരണമായിരുന്നു, ഷുഡ് ഹാവ് കം. പോകണമായിരുന്നു, ഷുഡ് ഹാവ് ഗോൺ. ഈ ഒരു സാധനത്തിന് ഷുഡ് ഹാവ് ആണ് എന്ന് എന്നും ഓർത്തിരിക്കുക. ചേക്കാം, പോയേക്കാം, മൈറ്റ് ആണ് എന്ന് ഓർത്തിരിക്കുക. അവൻ വന്നേക്കാം, ഹി മൈറ്റ് കം. അവൻ വിളിച്ചേക്കാം, ഹി മൈറ്റ് കോൾ. ഇങ്ങനെയുള്ള ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ വരുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇത് വീട്ടമ്മമാർക്ക് അതുപോലെ കൊച്ചുകുട്ടികൾക്ക് ഒക്കെ ഉപകാരപ്രദമാകുന്ന വിധം. അതായത് നമ്മൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കുക. പലരും മംഗ്ലീഷായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. മലയാളം തന്നെ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് അടിച്ചിട്ട്
അപ്പൊ അതിന് ഉച്ചാരണം നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഒരു പോർഷനാണ് നമ്മൾ കേട്ടില്ലേ, ഒരു സിനിമയിലേക്കുള്ള നല്ല പാട്ടില്ലേ, ഏയ് അയ്യോ യു പാഠം ചൊല്ലി പഠിച്ചും തല്ലി പഠിച്ചും നാളെ ഒരാളാകും കേട്ടോ ഞാനും ഒരാളാകും BAMAMBBS. ഏയ് അയ്യോ യു എന്ന് പറഞ്ഞാല് നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോഴേ ഇങ്ങനെ ഒരു ഉ എന്ന് വെച്ചില്ലേ, ഉ ഇല്ലേ, ഇ ഈ എ ഓ ഓ, ഇതിനെയൊക്കെ നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ കൊണ്ടുവരിക? നമ്മളിപ്പോ ഇ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഐ ആണ് ഉപയോഗിക്കുക. ഇ എന്നുള്ളതിന് 2 ഇ ആണ് ഉപയോഗിക്കുക. എ എന്നുള്ളതിന് ഇ ആണ് ഉപയോഗിക്കുക. ഓ എന്നുള്ളതിന് ഓ തന്നെയാണ് ഉപയോഗിക്കുക. ഓ എന്നുള്ളതിന് ഓ ആണ് ഉപയോഗിക്കുക. ഉ എന്നുള്ളതിന് യു ആണ് ഉപയോഗിക്കുക. ഉ എന്നുള്ളതിന് 2 ഓ ആണ് ഉപയോഗിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ സാധാരണ ടൈപ്പ് ചെയ്യുമ്പോൾ എഴുതാറില്ലേ, എവരി ഡേ എന്ന് എഴുതുമ്പോ പലരും എ ആണ് തുടങ്ങിയിരിക്കുന്നത്, എവരി ഡേ എന്ന് എഴുതാറുണ്ട് അല്ലേ? അത് തെറ്റാണ്. ഇത് അവിടെ എന്നേ ആവുള്ളൂ. കാരണം എയുടെ ഉച്ചാരണം ആ എന്നാണ്. എ ഇവിടെ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇ ആണ് ഉപയോഗിക്കേണ്ടത്. സോറി, ഇ ആണ് ഉപയോഗിക്കേണ്ടത് എവിടെ. കാരണം ഈയുടെ ഉച്ചാരണം എ എന്നാണ്, ഈയുടെ ഉച്ചാരണം എ എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ എന്ന് എഴുതുമ്പോൾ സാധാരണ ആളുകൾ ഈ ബി ഡേ എന്ന് എഴുതും അല്ലെ? ഇത് എവിടെ എന്നേ ആവുള്ളൂ. നമ്മളിവിടെ എഴുതിയില്ലേ, ഇവിടെ എന്നാവണം എന്നുണ്ടെങ്കിൽ ഐ ഉപയോഗിക്കണം ആദ്യം. കാരണം ഐയുടെ ഉച്ചാരണം ഇ ആണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇത്തരത്തിലുള്ള മേഖലകളും നമ്മൾ കവർ ചെയ്യും. ഞാനിത് എടുത്തു പറയാൻ കാരണം നമ്മൾ കൊച്ചുകുട്ടികൾക്കും വീട്ടമ്മമാർക്കും എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ അവർക്കും കൂടി ഉപകാരപ്പെടും വിധത്തിൽ ബേസ് ലെവലിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക. എന്നാൽ വലിയ വലിയ സെന്റൻസുകൾ ഫോം ചെയ്യുന്ന കാര്യങ്ങൾ, അതിൻ്റെ അപ്പുറത്തേക്ക് എസ്സേകള് അല്ലെങ്കിൽ അനക്ഡോട്ടുകള്, പ്രോവർബുകള്, ഫ്രേസുകള്, ഇഡിയംസ്, അതുപോലെ തന്നെ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, കൺജങ്ഷൻസ്, ഇന്റർജെക്ഷൻസ്, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. എല്ലാം കവർ ചെയ്യും നമ്മൾ ഓരോ എപ്പിസോഡുകളിലൂടെ. നിങ്ങൾക്ക് പ്രധാനമായിട്ടും കുട്ടികളെയൊക്കെ ഈ സ്ട്രക്ചറൽ മാനേജ്മെന്റ്, എ പാസേജ് ടു ഇംഗ്ലീഷ്, അതിനകത്ത് വരുന്ന സ്ട്രക്ചറൽ മാനേജ്മെന്റ് കുട്ടികളെയൊക്കെ ആദ്യമൊക്കെ ബോറടി തോന്നുമെങ്കിലും കുറച്ച് പഠിച്ച് അറിവിലേക്ക് വരുമ്പോൾ ഇൻട്രസ്റ്റ് ആവും. നമുക്ക് ബോറടിക്കുക നമുക്ക് ഒന്നും അറിയാൻ പാടില്ലാണ്ട് പോകുമ്പോഴാണ്. ഇംഗ്ലീഷ് സബ്ജക്ട് ഏറ്റവും കൂടുതൽ ബോറടിക്കുന്നത് എന്തുകൊണ്ടാണ്? പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകാറില്ല, അപ്പൊ ഉറക്കം വരും. പക്ഷെ കുറേശ്ശെ അറിയാൻ സാധിക്കുന്നുണ്ട്, പഠിക്കാൻ സാധിക്കുന്നുണ്ട്, ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ ഇരിക്കും, ഇത് കൊള്ളാല്ല, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, വലിയ സംഭവം ഉള്ളത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി 2ാമത് വേണോ അല്ലേ ഇംഗ്ലീഷിൽ, ഐ പ്ലേഡ്, ഓക്കെ. അപ്പൊ അങ്ങനെ തോന്നും നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ വോക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ എണീറ്റു, ഐ വോക്ക് അപ്പ്, ഐ ബ്രഷ്ഡ് മൈ ടീത്ത് ആൻഡ് ഐ ടുക്ക് ബാത്ത് ആൻഡ് ഐ ate my breakfast and I went to my office. അപ്പൊ നമുക്ക് 2ാമത് വേഗം ഇംഗ്ലീഷ് പറഞ്ഞ് നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റും. ഓക്കെ, ഇന്നത്തേക്ക് ഇത്രയൊക്കെ മതി. ഇതിൽ കൂടുതൽ ഞാൻ എന്നെ ഇത്ര നേരം എന്നെ സഹിച്ചതിനും എന്നെ ശ്രമിച്ചതിനും വളരെ നന്ദി. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊന്നും പറയില്ലട്ടാ. ഇതിന്റെ ഗുണഭോക്താക്കളാകുക. ഇതും കൊണ്ട് വല്ല ഉപയോഗമുണ്ടോ, പ്രയോജനമുണ്ടോ, അത് അനുഭവിക്കുക. ദാറ്റ്സ് ഓൾ. ഗുഡ് ലക്ക്.